ഹലോ ബൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഷോർട്സിൽ ഇടാറ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ ടീച്ചർ സാറുമാരൊക്കെ പറഞ്ഞ് പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഇനി പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് അതുപോലെ തന്നെ അങ്ങനെ വന്നിക്കാണ് കയറി നിൽക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ മൂത്ത് കടിക്കുമ്പോൾ വെച്ചാൽ നല്ല വീലുണ്ട്, നല്ല വീലാണ്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് നമ്മൾ മുമ്പത്തെ വീട്ടിൽ കുറച്ച് കാണിച്ചിരുന്ന മുന്തിരികൾ കാണിച്ചിരുന്നില്ലേ? അന്നൊക്കെ എന്താ പറയുക, മുന്തിരി ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കൊല ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഇന്ന് തന്നെ 2-3-4 ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയാണല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല തോനെ മുന്തിരികളോ, നല്ല ഇഷ്ടം മാതിരി ഇങ്ങനെ മനസ്സിലായി തോനെ മുന്തിരികളുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തേത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒക്കെ പച്ചേട്ട കണ്ട ഗൈസ്, അതാണ് വലിയ അധികം ക്ലിയർ ആവില്ല. ഇതേപോലെ തന്നെ ഇതാ കണ്ട, ഇപ്രാവശ്യം നല്ല മുന്തിരി കൊലകളുണ്ട്. ഇങ്ങനെ മീതൊരു ഇതായി കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ മാമാൻ്റെ കേട്ടാ. മാമനാണിത് ഫുള്ള് ക്രെഡിറ്റ്. മാമൻ തന്നെയാണ് ഫുള്ള് ആക്കി വെച്ചിരിക്കുന്നത്. കണ്ട, പിന്നെതാ എൻ്റെ പേരയിലായിട്ട് തറവാട്ടിൽ ഒരു നല്ല വലിപ്പമുള്ളൊരു മാവിൻ്റെ മരം ഉണ്ട്. നല്ല വലുതായിരുന്നു. എല്ലാവർക്കും അതിന് മാങ്ങ കൂട്ടിക്കാറ്. അപ്പോൾ ആ മാവ് മുറിച്ചു, എന്നിട്ട് വിറ്റു മരങ്ങൾ. അപ്പം എന്താക്കി, വേറൊരു മാവുണ്ടായിരുന്നു ഇവിടെ. അതിമല്ലാണ്ട് മാങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്താണ് ഇപ്രാവശ്യം നല്ല മാങ്ങ കിട്ടാ. എന്തൊക്കെ അതും കൈകൊണ്ട് ഫ്രഷ് ആയിട്ട് ഇതാ പഴുത്തുക്കണോ ഇല്ല പൊട്ടിക്കണ്ട, അങ്ങനത്തെ രീതിയിലാണ്. സുഖമായിട്ട് നോക്കി പൊട്ടിക്കല്ലേ. ഇതാ കണ്ട നിങ്ങൾക്ക് ആ വെള്ള സാധനം എന്താ മനസ്സിലായി? ഒരു വെള്ള കളറിലാണ്. ഗൈസ്, അതൊരു ജീവിയാട്ടോ. അത് എന്ത് ജീവിയാന്ന് കൃത്യം അറിയില്ല. ഉമ്മാട് വെച്ചോക്കണം, ഉമ്മാക്കറിയാം. കണ്ട ഗൈസ്, നല്ല മാങ്ങ എല്ലായിടത്തും ഉണ്ട്. ഇതേ പ്രാവശ്യം നല്ല മാങ്ങകളുടെ കൊണ്ട് തന്നെ മാങ്ങകളല്ലാണ്ട് കുറവറിയില്ല. ഇതെന്താ പഴുത്തുക്കണോ മാങ്ങ. ഇതാണ് എൻ്റെ വാക്കിന് മുകളിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളതൊരു സംഭവമുണ്ട്, ഞാൻ കാട്ടിത്തരാവേ. ജസ്റ്റ് കണ്ടോ, നമ്മളെ കറ്റാർവാഴ കേട്ടോ. ഞാൻ ചില വീട്ടിൽ കാണിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു കുഞ്ഞൊരു തണ്ടായിരുന്നു. ഇത് ഗൾഫിൽ നിന്ന് വന്നൊരു പെട്ടി കേട്ടോ. ചെറിയൊരു തണ്ട് പോലത്തെ ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എണ്ണ ഉണ്ടാക്കാറുണ്ട് ഉമ്മ ഇവിടെ. ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ വിട്ടിട്ടുണ്ട് എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ഉമ്മ അങ്ങനെ എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു കഷ്ണം ബാക്കി വന്നേ. അപ്പം എന്താ ചെയ്യാന്നറിയാതെ ഉമ്മ എന്താക്കി, അതൊന്ന് കുഴിച്ചിട്ട് ആ ഒന്നിപ്പോൾ ഇതാ കുറേ എണ്ണായിട്ടാ. നല്ല രസത്തിൽ എനിക്ക് കാണാല്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളതാ ഇല്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ തൊട്ടാ നമ്മൾ 8 മണിയല്ലേ, 8 മണി. പിന്നെ കേസ് കണ്ടോ, പേരക്കയാണ് എൻ്റെ വാർത്ത ഇത് അടുത്തതായിട്ടുള്ളത്. പേരക്കകൾ അത്യാവശ്യത്തിനുണ്ട്. പിന്നെ ഇതാ മീതെ കണ്ട ചകിരി പോലെ കൂട്ടി വെച്ചിരിക്കുന്നത്. അത് ചിലർക്ക് മനസ്സിലായുണ്ട്, അതാണ് വേര് പിടിപ്പിക്കാന്നൊക്കെ പറയാറുണ്ട്. വേര് പിടിപ്പിക്കാന്നുണ്ട്. പിന്നെ ഇതാ കാണുന്നത് അവിടെ പ്രത്യേകിച്ചിട്ട് മറ്റേ സാധനങ്ങൾ എന്താ പറയുക, ഞാവൽപ്പഴം ഉരുണപ്പഴം എന്താ പറയില്ലേ, അങ്ങനത്തെ സാധനമാണുള്ളത്. എനിക്ക് ഡെമോ കാണിച്ചു തരാവേ. എൻ്റെ കൈസ്, ഈ സാധനം കണ്ടെങ്കിൽ ഈ സാധനമാണ് ഇതിമ ഉണ്ടാകാറ്. ഇപ്പം എന്താണ് പച്ചയാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് വേറൊരു സാധനം ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഷോർട്ട് വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഈ സാധനം ഇതെന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് എന്തോ ഒരു പേര് പറയുന്നത്, കൃത്യമായിട്ട് അറിയില്ല എന്തായാലും സാധനത്തിൻ്റെ ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതുകൊണ്ട് തേച്ചൊരിച്ച് കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൊറിച്ചലൊക്കെ മാറുത്രേ ആ സാധനം കൊണ്ട്. അങ്ങനെ അതിൻ്റെ ഉപകാരം എന്നാ പറഞ്ഞത്. പിന്നെ ഇതാ കാണുന്ന ആകാശത്തൊരു അടക്കമരം. ഇത് ഉമ്മമ്മ ഉണ്ടാക്കിയ കുഴിച്ചിട്ടതായിരുന്നു. അപ്പോൾ വലുതായി നല്ലൊരു വലിയൊരു മരമായി മാറി. അപ്പൊ വയ്യാണ്ടായി വെയിലത്ത് നിന്നിട്ട് ഇത്രയുള്ള ചെറുതായിട്ട് ലൊങ്ങിരിക്കും. ഞാൻ വല്ലാണ്ടൊന്നും ഉദ്ദേശിച്ചില്ല. ഞങ്ങൾക്ക് മാർക്കിൻ്റെ മീതാണ് ഫുള്ള് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാച്ചി. പിന്നെ ഒരാളുണ്ട് നമ്മളെ വീട്ടിൽ തറവാട്ടിലായിട്ട്, വേറൊരാളുണ്ട്.
എന്തിന്റെ പിരി ചക്ക ഉണ്ടാകുമ്പോ ചക്ക എന്തും ഉണ്ടാവുക പ്ലാവല്ലേ ആ ആ സാധനം നമ്മുടെ തറവാട്ടിലുണ്ട്. അതിന് മാമൻ മീതെയാണ് ആദ്യം ഇതുണ്ടാവാറ്, ചക്ക ഉണ്ടാവാറ് മീതെയാണ്. പക്ഷെ മാമ താഴത്തൊരു ഐഡിയ ചെയ്ത്, മനസ്സിലായോ? ചാണകം ഉണ്ടല്ലോ, അതിൽ വെള്ളം കലക്കി മിക്സ് ചെയ്തിട്ട് ആ ചാണകം എടുത്തിട്ട് മരത്തിന്റെ താഴ്വശത്തൊക്കെ തേച്ചിക്കുക. എന്നിട്ട് താഴെ കഴിച്ച് ഫുള്ള് ഒക്കെ താഴെയാണ്. ഞങ്ങൾക്ക് ഒരു അടുത്ത വീട്ടിൽ കണ്ടന്റ് ഉണ്ടാവും ഞാൻ കുറവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പ്ലാവിനെ കാണിച്ചു തരും. പ്ലാവ് മാത്രമല്ല, ഞാൻ ചകിരി പോലെ സാധനം പറഞ്ഞില്ലേ, അതും കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വലിയ വേണമെന്നില്ല, അടുത്ത വീട്ടിൽ കാണാം. എൻ്റെ മുന്നേ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? പെരുന്നാൾ ഡ്രസ്സായിട്ട് മാമ എടുത്തുണ്ടോ? അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീട്ടിൽ കാണാം. ജലദോഷം. ബൈ.